മഴ പെയ്യാനൊരുങ്ങി മാനം കറുക്കുമ്പോഴേക്കും നിങ്ങൾ അസ്വസ്ഥരാകാറുണ്ടോ? കനത്ത മഴ പെയ്യുമ്പോൾ ചിലർ ജനലോരത്തിരുന്ന് അത് ആസ്വദിക്കാറുണ്ട്. കയ്യിലൊരു കപ്പ് കാപ്പിയും സിനിമയിൽ പറഞ്ഞതുപോലെ പാട്ടുമൊക്കെയായി മിക്ക ആളുകൾക്കും മഴക്കാലം ഗൃഹാതുരത്വവും നിറഞ്ഞതും സന്തോഷം നൽകുന്നതുമാണ്. എന്നാൽ ചില ആളുകൾക്ക് മഴക്കാലമായാൽ പിന്നെയാകെ വിഷമവും തളർച്ചയും ഒന്നിലും താല്പര്യമില്ലാത്ത കടുത്ത വിഷാദവുമായിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ? എങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നോർത്ത് ഇതിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ നേരിടുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു യഥാർത്ഥ മെഡിക്കൽ അവസ്ഥയാണിത്. കേരളത്തിൽ ഇതത്ര സാധാരണമല്ലെങ്കിലും ചിലരെങ്കിലും ഇത്തരത്തിൽ പരാതിപ്പെടുന്നതായി കാണാറുണ്ട്. മൂടിക്കെട്ടിയിരിക്കുന്ന അന്തരീക്ഷവും മാനസികാവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതാണ് ശാസ്ത്രം. സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ അഥവാ SAD എന്നറിയപ്പെടുന്ന വിഷാദ രോഗമാണിത്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കാർമേഘങ്ങളും അന്ധകാരവും ചിലരിൽ വലിയ തോതിലുള്ള മാനസിക മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സാധാരണയായി പാശ്ചാത്യ രാജ്യങ്ങളിലെ മഞ്ഞുകാലത്താണ് ഈ അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നതെങ്കിലും ഇന്ത്യയെപ്പോലുള്ള ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ കനത്ത കാലവർഷവും സമാനമായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകാറുണ്ട്. ഈ ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ സൂര്യപ്രകാശത്തിന്റെ അളവ് ഗണ്യമായി കുറയുന്നു. ഇത്തരത്തിൽ സൂര്യപ്രകാശം കുറയുന്നത് നമ്മുടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഈ തളർച്ചയ്ക്കും വിഷാദത്തിനും പിന്നിലെ പ്രധാന കാരണം നമ്മുടെ ഉറക്കത്തെയും ഉണർവിനെയും നിയന്ത്രിക്കുന്ന ജൈവ ഘടികാരത്തെ കൃത്യമായി നിലനിർത്താൻ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. വെളിച്ചം കുറയുമ്പോൾ ഉറക്കത്തിനെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ ശരീരത്തിൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് മഴക്കാലത്ത് എത്ര ഉറങ്ങിയാലും മാറാത്ത വല്ലാത്തൊരു തളർച്ചയും എപ്പോഴും കിടക്കാൻ തോന്നുന്ന അവസ്ഥയും ഉണ്ടാക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മുടെ സന്തോഷവും ഉന്മേഷവും നിലനിർത്തുന്ന സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അളവ് തലച്ചോറിൽ കുത്തനെ താഴാൻ സൂര്യപ്രകാശത്തിന്റെ കുറവ് കാരണമാകുന്നു. സെറട്ടോണിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായും ദേഷ്യം, സങ്കടം, ഒറ്റപ്പെടൽ, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിവ നമ്മെ വേട്ടയാടാൻ തുടങ്ങും. വിറ്റാമിൻ ഡിയുടെ കുറവാണ് ഇതിലേക്ക് നയിക്കുന്ന മറ്റൊരു പ്രധാന മെഡിക്കൽ വശം. വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുന്നത് വിട്ടുമാറാത്ത ശരീരവേദനയ്ക്കും കടുത്ത ക്ഷീണത്തിനും വിഷാദാവസ്ഥയ്ക്കും വഴിതെളിക്കുകയും ചെയ്യുന്നു. മഴക്കാലത്തെ അലസതയും മടിയും കാരണം നമ്മൾ ശാരീരിക അധ്വാനങ്ങൾ കുറയ്ക്കുന്നതും എണ്ണപ്പലഹാരങ്ങളും മധുരവുമൊക്കെ അമിതമായി കഴിക്കാൻ തോന്നുന്നതും ഈ ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഭാഗമായാണ് സംഭവിക്കുന്നത്. ഈ മഴക്കാല വിഷാദത്തെ മറികടക്കാൻ ചില ലളിതമായ ജീവിതശൈലി മാറ്റങ്ങൾ നമ്മെ സഹായിക്കും. ഒന്നാമതായി, മഴ പെയ്യുന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് മുറിക്കുള്ളിലെ ജനലുകളും വാതിലുകളും തുറന്നിട്ട് പരമാവധി സ്വാഭാവിക വെളിച്ചം അകത്തേക്ക് കയറ്റാൻ ശ്രദ്ധിക്കുക. മുറിക്കുള്ളിൽ നല്ല പ്രകാശമുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് തലച്ചോറിന് ഉന്മേഷം നൽകാൻ സഹായിക്കും. മഴ മാറി അല്പം വെയിൽ കാണുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കാനും വെയിലേൽക്കാനും മടിക്കരുത്. ദിവസവും വീടിനുള്ളിൽ ചെയ്യാവുന്ന ചെറിയ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നത് ശരീരത്തിൽ എൻഡോർഫിൻ പോലുള്ള ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മൂഡ് മെച്ചപ്പെടുത്താൻ ഏറെ നല്ലതാണ്. ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും പ്രധാനമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ നട്ട്സുകൾ, മത്സ്യം, വിറ്റാമിൻ ഡി തുടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ഈ സമയത്ത് ശീലമാക്കാം. വല്ലാതെ വിഷാദവും തളർച്ചയും അനുഭവപ്പെടുമ്പോൾ ചായയുടെയും കാപ്പിയുടെയും അമിത ഉപയോഗം ഒഴിവാക്കുക. കാരണം ഇവ താൽക്കാലിക ഉന്മേഷം നൽകുമെങ്കിലും പിന്നീട് ക്ഷീണം വർദ്ധിപ്പിക്കും. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കാനും മാനസികമായി സജീവമായിരിക്കാനും ശ്രദ്ധിക്കുക. ഭൂരിഭാഗം ആളുകളിലും മഴക്കാലം കഴിയുന്നതോടെ ഈ വിഷാദാവസ്ഥ സ്വാഭാവികമായി മാറിപ്പോകാറുണ്ട്. എന്നാൽ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ, ജോലിയെയോ ഗുരുതരമായി ബാധിക്കുകയോ കടുത്ത നിരാശയിലേക്ക് നയിക്കുകയോ ചെയ്താൽ ഒരു കൗൺസിലറുടെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം തേടാൻ മടിക്കരുത്. ശരീരം പോലെ തന്നെ മനസ്സിനും ചില പ്രതികൂല കാലാവസ്ഥകളിൽ ചെറിയ താളപ്പിഴകൾ സംഭവിക്കാം എന്ന തിരിച്ചറിവ് സ്വയം കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ മനസ്സിനെ ചേർത്ത് പിടിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാം. താങ്ക്